ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും സ്പർശിന് ശേഷം ഒരു തലവേദന കൂടി വരാൻ പോകുന്നു. എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കായി ECHS കാർഡും ആധാറുമായി ഓതന്റിക്കേഷൻ നടത്തണമെന്ന നിയമം ഉടൻ നിലവിൽ വരുന്നു. ഇതുമൂലം ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെന്നും ഇത് സംബന്ധിച്ച ലെറ്ററിൻ്റെ വിശദാംശങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്ക്രീനിൽ കാണുന്നത് റീജിയണൽ സെൻറ്റർ ECHS ലക്നൗ ക്യാൻറ്റ് 6 മാർച്ച് 2024 എംപാനൽഡ് ഹോസ്പിറ്റലുകൾക്ക് നൽകിയ ലെറ്ററാണ്. ഇതിൻ്റെ ഹെഡിങ് ആധാർ ഓതന്റിക്കേഷൻ സേവനങ്ങൾ സംബന്ധിച്ച്. ECHSൽ ആധാർ ഓതന്റിക്കേഷൻ സേവനം ഉടൻ നടപ്പിലാക്കുമെന്ന് അറിയിക്കുന്നു. ആയതിനാൽ ആധാർ ഓതന്റിക്കേഷൻ സേവനത്തെക്കുറിച്ച് ECHS ഗുണഭോക്താക്കളെ ബോധവൽക്കരിക്കാൻ എല്ലാ എംപാനൽ ചെയ്ത ആശുപത്രികളോടും അഭ്യർത്ഥിക്കുന്നു. 1 ഏപ്രിൽ 2024 മുതൽ എല്ലാ എംപാനൽ ചെയ്ത ആശുപത്രികളിലും ആധാർ ഓതന്റിക്കേഷൻ സേവനങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഇതിനായി തങ്ങളുടെ ആധാർ കാർഡുകൾ ശരിയായ വിശദാംശങ്ങളോടെ അപ്ഡേറ്റ് ചെയ്യുകയും OTP അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾക്കായി അവരുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യണമെന്നും വിമുക്ത ഭടന്മാരെയും ആശ്രിതരെയും അറിയിക്കേണ്ടതാണ്. ആധാർ ഓതന്റിക്കേഷന് ആവശ്യമായ മുൻകൂർ നടപടിക്കായി ECHS ഗുണഭോക്താക്കൾക്കിടയിൽ മുകളിൽ പറഞ്ഞ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഈ ലെറ്ററിൻ്റെ ഉള്ളടക്കം. ഇനി നമുക്ക് ഇതുമൂലം വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. സ്പർശിലേതുപോലെ ആധാർ ഓതന്റിക്കേഷൻ നടത്തുമ്പോൾ ആധാറിലെ പേരും ECHS കാർഡിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഓതന്റിക്കേഷൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിലെ വ്യത്യാസവും ഓതന്റിക്കേഷനെ ബാധിച്ചേക്കാം. ഇത് സംബന്ധിച്ച് ആധാർ ഓതന്റിക്കേഷൻ ആരംഭിച്ചതിന് ശേഷമേ വ്യക്തത ഉണ്ടാകൂ എങ്കിലും മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആധാറുമായി തങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവരും എത്രയും വേഗം ചെയ്യേണ്ടതാണ്. ഈ ലെറ്റർ അനുസരിച്ച് ഏപ്രിൽ മാസം മുതൽ ആധാർ ഓതന്റിക്കേഷൻ ആരംഭിക്കാൻ സാധ്യതയുള്ളതായി പറയുന്നു. ആയതിനാൽ വരുന്ന 2-3 മാസങ്ങളിൽ തന്നെ ഇത് ആരംഭിക്കാനാണ് സാധ്യത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.